എല്ലാവർക്കും PRS കിച്ചൻ്റെ ദീപാവലി ദിന ആശംസകൾ. നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാൽപ്പൊടി വെച്ചാണ് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ അമൂല്യയുടെ പാൽപ്പൊടിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. 250 ഗ്രാം പാൽപ്പൊടിയാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ 100 ഗ്രാം പഞ്ചസാരയും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പാൽപ്പൊടി പൊട്ടിച്ചിടാം. നമുക്കിനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഞാൻ 400 ml വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും. മിൽക്ക് മെയ്ഡ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള സ്വീറ്റ്സ്, ഐസ്ക്രീം, പായസം ഇതൊക്കെ തയ്യാറാക്കാനായി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ദീപാവലി സ്പെഷ്യലായിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി അതിന് ശേഷം നമുക്ക് അത് വെച്ചിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. ഇപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. എല്ലാം ഇളകി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് വറ്റിച്ച് ഇതിൻ്റെ അളവ്, ഇതിപ്പോൾ എത്ര അളവുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി അളവോളം നമുക്ക് വറ്റിച്ച് ആക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇത് കത്തിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഏകദേശം എനിക്കൊക്കെ ഒരു 20-25 മിനിറ്റിനുള്ളിലൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഞാൻ ഒരു 100 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായി ഇളക്കി പഞ്ചസാര അലിയുന്നതിന് ശേഷം അതിൻ്റെ മധുരം ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മധുരം നോക്കുകയാണ്. എനിക്ക് മധുരമൊക്കെ കറക്റ്റാണ്. ഇത്തിരി മുന്നിട്ട് നിൽക്കണം മധുരം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ടുള്ള ഒരു ഇത് വരുള്ളൂ. മധുരമൊക്കെ കറക്റ്റാണ്. ഞാനിനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണില്ല. അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം പാൽപ്പൊടിയാണ്. അതിലേക്ക് 100 ഗ്രാം പഞ്ചസാരയാണ് എനിക്ക് ആവശ്യമായി വന്നത്. ഇനി നിങ്ങൾ പാൽപ്പൊടിക്ക് പകരം പാലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ലിറ്റർ പാലിന് 200 ഗ്രാം പഞ്ചസാര നിങ്ങൾക്ക് എടുക്കേണ്ടതായി വരും. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ സാധാരണ പാല് ഉപയോഗിച്ചാണ് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാറുണ്ടായിരുന്നത്. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഓറഞ്ച് മിൽക്ക് ഷേക്കിൻ്റെ. അന്നേരം അത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് മിൽക്ക് മെയ്ഡ് തീർന്നിരുന്നു, പാലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പാൽപ്പൊടി വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ പാലിൽ ഉണ്ടാക്കുമ്പോൾ 40-45 മിനിറ്റോളം എനിക്ക് ഇത് തുടർച്ചയായിട്ട് ഇളക്കി കട്ടയാക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ പാൽപ്പൊടിയിൽ എനിക്ക് അത്രയും സമയം ആവശ്യം വന്നില്ല. അതായത് പാൽപ്പൊടിയിൽ എനിക്ക് ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് കിട്ടി. മാത്രമല്ല ഈ പാൽപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് നല്ല കളറും ടേസ്റ്റും കൂടുതൽ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത്.
എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് പല സ്വീറ്റ്സും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇത് ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കി കാണിച്ചാൽ നിങ്ങൾക്കത് ഒരുപാട് പ്രയോജനപ്പെടും. നോൺ സ്റ്റിക്ക് പാനിൽ തയ്യാറാക്കണതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ പാല് തിക്കായി മാറും. അപ്പം നമ്മൾ സ്റ്റീൽ പാത്രമാണെങ്കിൽ അതിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇതിനേക്കാൾ ഇത്രയും കൂടി വലിപ്പമുള്ളൊരു പാത്രം എടുത്താൽ നിങ്ങൾക്ക് ഇത്രയും കൂടി ഉപകാരമാവും. അതായത് നിങ്ങൾ ആദ്യമൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തിളച്ച് പൊന്താനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് പിന്നെ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കണം എന്നില്ല. സ്വല്പം നേരമൊക്കെ നമുക്ക് ഗ്യാപ്പ് ഇടാം. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി തിളച്ച് വരുന്നത് കാണുമ്പോൾ നമുക്ക് പിന്നെയും മീഡിയത്തിലാക്കി അങ്ങനെ തീ കൂട്ടിയും കുറച്ചുമായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങി. കണ്ടു, നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏതാനും സമയത്തിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് വരും. നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ആഡ് ചെയ്യാം. അതായത് ഇതിലേക്ക് അത് ആഡ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ്, അതായത് ഇതിന് നല്ലൊരു കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്യണത്. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങനെ ചെയ്യണില്ല. ഞാൻ പാലിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനതൊരു നുള്ള് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇടാറുണ്ട്. ഇതിലേക്ക് അങ്ങനെ ഇടേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലാതെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ കളറും ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ പാലിലാണ് ഇത് ചെയ്യണതെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ആഡ് ചെയ്യാം. അന്നേരം അത് പെട്ടെന്ന് പതഞ്ഞ് പൊന്തി വരും. അപ്പോൾ അതിടുന്ന സമയത്ത് ഒന്നുകിൽ തീ ഓഫ് ചെയ്തിടണം, അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലായിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അത് തിളച്ച് പുറത്തോട്ട് പോവും. അതുകൊണ്ട് അതൊന്ന് പാലിൽ ഉണ്ടാക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏകദേശം ആയി തുടങ്ങി. നമുക്കിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക്, അതായത് നമ്മൾ ഇത്ര നേരം മീഡിയം ഫ്ലെയിമിൽ അതുപോലെ ഹൈ ഫ്ലെയിമിലായിട്ട് മാറി മാറി ഇട്ടിട്ടാണ് ചെയ്തിരുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്നെസ് കൂടി അത് കട്ടയായിട്ട് വരും. അങ്ങനെ പാടില്ല. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും കുറച്ചും കൂടെ ലൂസുള്ള അവസ്ഥയിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിടാനായിട്ട്. കാരണം എന്താ വെച്ചാൽ അത് തണുക്കണ സമയത്ത് അത് കട്ടയാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിടാനായിട്ട്. 1-2 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാവും. നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു 10-20 മിനിറ്റ് ഇളക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിന് വേറെ അതൊന്നുമില്ല. പാൽപ്പൊടിയും അതുപോലെ സ്വല്പം പഞ്ചസാരയുടെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പെർഫെക്റ്റ് നല്ല ടേസ്റ്റുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇത് ഒരുപാട് അളവുണ്ട്. നമുക്ക് 1 മാസത്തോളമൊക്കെ അത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ പറ്റും. അതായത് നല്ല എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 1 മാസം ഇത് കേടുകൂടാതെ ഇരുന്നോളും. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിടാനായിട്ട്. അതായത് ഒത്തിരി തിക്നെസ് വരാൻ പാടില്ല. അത് തണുക്കുമ്പോൾ തിക്നെസ് ആവും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടതിന് ശേഷം തണുക്കുമ്പോൾ സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടില്ലേ, കളറ് അതുപോലെ തന്നെ തിക്നെസ്സൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതിൻ്റെ തന്നെ പെർഫെക്റ്റ് കളറും തിക്നെസ്സും എല്ലാം വന്നിട്ട് ടേസ്റ്റും അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.